കനത്ത മഴയ്ക്ക് പിന്നാലെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കം. മലയോര മേഖലയിലടക്കം വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. മണ്ണിടിഞ്ഞും വീടുകളിൽ വെള്ളം കയറിയും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പല കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. താമരശ്ശേരി ടൗണിൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കയറി. അഴുക്കുചാലുകൾ മാലിന്യങ്ങൾ നിറഞ്ഞ് അടഞ്ഞുകിടക്കുന്നതാണ് വെള്ളം കയറാൻ പ്രധാന കാരണം. താമരശ്ശേരി ടൗണിൽ ബസ് ബേ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും താമരശ്ശേരി ചുങ്കം കാരാടി LIC മുതൽ ഫെഡറൽ ബാങ്ക് വരെയും KCBക്ക് സമീപവും ദേശീയപാത കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നു. മിനി ബൈപ്പാസിലും വെള്ളം കയറി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന അഴുക്കുചാലുകൾ തുറന്നു കൊടുക്കാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ പ്രധാന കാരണമായി നാട്ടുകാർ പറയുന്നത്. വെള്ളക്കെട്ട് മൂലം മണിക്കൂറുകളോളം ടൗണിൽ ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. പഞ്ചായത്തുകളിൽ മഴക്കാല ശുചീകരണ പ്രവൃത്തി തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി തുടരുകയാണ്. കൊടുവള്ളിക്ക് സമീപം മണ്ണിൽക്കടവിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതേസമയം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിൽ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായി. റോഡ് പ്രവൃത്തി നടക്കുന്ന റോഡിലാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. സൗത്ത് കൊടിയത്തൂരിൽ ജലജീവൻ പൈപ്പിടാൻ റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗത്ത് മഴവെള്ളം വന്ന് 2 വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. എടവണ്ണപ്പാറ പരിസര പ്രദേശങ്ങളിൽ ലഭിച്ച വ്യാപകമായ മഴയിൽ റോഡുകളിലും തോടുകളിലും വയലുകളിലും വെള്ളം നിറഞ്ഞൊഴുകി. വാഴക്കാട്, ചീക്കോട്, വാഴയൂർ പഞ്ചായത്തുകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. എടവണ്ണപ്പാറ ടൗണിലെ മിക്ക റോഡുകളും വെള്ളത്തിൽ മുങ്ങി. നിരവധി വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടം സംഭവിച്ചു. മരം വീണും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടമാണ് പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിയോടെ തുടങ്ങിയ കനത്ത മഴ ഇന്ന് രാവിലെയും തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കനത്ത മഴയെ തുടർന്ന് നന്മണ്ടയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ 15ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മതിലിടിഞ്ഞും മരം വീണും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നന്മണ്ടയിൽ വൈകിട്ട് 7 മണിയോടെ ആരംഭിച്ച കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശമായ കൊല്ലങ്കണ്ടി താഴത്തെ വീടുകളിലേക്ക് മഴവെള്ളം കയറിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി. ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം മിനീഷ് ഏറാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഏഴുകുളത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടായി പ്രദേശത്തെ ജനങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അത്തുള്ളി കൊടശ്ശേരിയിൽ കനത്ത മഴയിൽ മണ്ണൊലിച്ചു വന്നതും ജനങ്ങൾക്ക് ദുരിതമായി. കൊയിലാണ്ടി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.